മാലിയിലെ സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് ഇന്ത്യൻ എംബസി മാലിയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതീവ ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത്. മാലിയിലെ പ്രധാന നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും രൂക്ഷമായ ഭീകരാക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൗരന്മാർക്ക് ഇന്ത്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ബമാക്കോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വെടിയൊച്ചകൾ കേട്ടതായി വിവരങ്ങളുണ്ട്. കാറ്റിയിലും മാലിയുടെ മറ്റ് ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങളും കണക്കിലെടുത്ത് മാലിയിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും അതീവ ജാഗ്രത പാലിക്കാനും വീട്ടിനുള്ളിൽ തന്നെ തുടരാനും മാലിയൻ അധികാരികൾ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും ബമാക്കോയിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. മാലിയിലെ വിവിധ നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണങ്ങളാണ് നടന്നത്. നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും മാലിയിലെ സൈന്യം അറിയിക്കുന്നുണ്ട്. എങ്കിലും മാലിയിലെ ഓരോ സംഭവങ്ങളും ജാഗ്രതയോടെയാണ് ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ മാലിയിലെ ഓരോ സംഭവങ്ങളും അതീവ ജാഗ്രതയോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത്. തലസ്ഥാനമായ ബമാക്കോ ഉൾപ്പെടെ ഉള്ള മറ്റു നഗരങ്ങളിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. സമീപകാലത്ത് രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ഏകോപിത ആക്രമണത്തിൽ ബമാക്കോ രാജ്യാന്തര വിമാനത്താവളത്തിലും പ്രധാന സൈനിക താവളങ്ങളുള്ള കാറ്റിൽ നഗരത്തിലും രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ പ്രതിരോധ മന്ത്രി സാദിയോ ഖമേറയുടെ വസതിക്ക് നേരെയും ആക്രമണമുണ്ടായി. അൽ ഖായിദയും അതോടൊപ്പം തന്നെ വിഘടനവാദികളും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് സൈന്യം അവകാശപ്പെടുന്നുണ്ട്. 2020-ലെയും അതോടൊപ്പം തന്നെ 2021-ലെയും സൈനിക അട്ടിമറികൾക്ക് ശേഷം അസിമി ഗോയ്റ്റയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഭരണകൂടമാണ് മാലിയിൽ ഇപ്പോൾ ഉള്ളത്. അജ്ഞാതരായ ഭീകരവാദ ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് മാലിയിലെ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ പോരാട്ടം തുടരുകയാണെന്നും ജനങ്ങൾ ശാന്തരായി തന്നെ ഇരിക്കണമെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ 6 മണിയോടെ ബമാക്കോയ്ക്ക് പുറത്തുള്ള പ്രധാന സൈനിക കേന്ദ്രമായ ഖാദി ബേസിന് സമീപം 2 ശക്തമായ സ്ഫോടനങ്ങളാണ് നടന്നത്. അതിനു പിന്നാലെ വെടിവെപ്പ് നടന്നതായും പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റഷ്യൻ കൂലിപ്പടയാളികൾ തമ്പടിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക ക്യാമ്പിന് നേരെയാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശത്തെ റോഡുകൾ തടയുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തു. തലസ്ഥാനത്തിന് പുറമെ മധ്യ ഉത്തര മേഖലകളിലെ ജവേര, കിഡാൽ അതോടൊപ്പം തന്നെ ഖാവ തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും അൽ ഖൈദയുടെ പ്രാദേശിക വിഭാഗമായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ ആണ് ഇതിന്റെ പിന്നിലെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരു സംശയം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങളും പല രേഖകളും സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. കാരണം 2020-ലെയും 2021-ലെയും സൈനിക അട്ടിമറികൾക്ക് ശേഷം അസിമി ഗോയ്റ്റയുടെ നേതൃത്വത്തിലുള്ള സൈനിക ഭരണകൂടമാണ് മാലിയിലുള്ളത്. രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ നേരിടാൻ മാലി സർക്കാർ പ്രധാനമായും റഷ്യൻ സൈനിക സഹായത്തോടെയാണ് ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത്.